നമസ്കാരം. ഓം നമ ശിവായ. നാളത്തെ ദിവസം ജൂലൈ 10 നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും ആ നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത് എന്നും അതുകൂടാതെ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അവർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ, പല ഭാഗ്യങ്ങളും കൈവരുമ്പോൾ, ചില നക്ഷത്രക്കാർ ജ്യോതിഷപ്രകാരം കഷ്ടതകൾ അനുഭവിക്കുകയാണ്. ചില വിഷമങ്ങളും വിഘ്നങ്ങളുമൊക്കെ അവർക്ക് നാളത്തെ ദിവസം നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതുവഴി നമുക്ക് ദോഷഫലങ്ങൾ കുറയ്ക്കാം. ചില മുൻകരുതലുകൾ എടുക്കുന്നത് വഴി നമുക്ക് ഒരു ആശ്വാസം ലഭിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നോക്കുന്നത്. അത് ആദ്യം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ നാളത്തെ ദിവസം ഏതൊക്കെയാണ് എന്ന് നോക്കുന്നു. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ഏറെ നാളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളിലൊക്കെ പുരോഗതി കാണുന്നു. മാത്രവുമല്ല, തൊഴിൽ ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മേലധികാരികൾ നിങ്ങളെ പ്രശംസിക്കുന്ന സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ജോലികൾ വളരെയധികം മികച്ച ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നു എന്നതും വളരെ ഗുണകരമാണ്. സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം, അല്ലെങ്കിൽ കുറേ നാളായി കിട്ടാനുള്ള പണം, ആ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കൂടി നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ഏറെ നാളായി ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനുള്ള അവസരം വന്നില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ സംരംഭം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് നാളെ. അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക. പിന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ നാമജപം നാളെ ദിവസം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങൾക്ക്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇനി ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം എന്നിവയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഏറെ നാളായിട്ട് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി, അല്ലെങ്കിൽ തൊഴിൽ മേഖല പുതിയതായിട്ട് തൊഴിൽ മേഖല മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. പുതിയ ആളുകളുമായിട്ടുള്ള പരിചയം ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. സഹോദരങ്ങളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി സ്നേഹം പങ്കിടാനും നിങ്ങൾക്ക് കഴിയും. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കഴിയുമെങ്കിൽ നാളത്തെ ദിവസം ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അത് ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. ഇനി അടുത്തത്, നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മനസമാധാനവും സാമ്പത്തിക പുരോഗതിയും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളെ. വിദേശ അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. ഏറെ നാളായി വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിനോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് പറ്റിയൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം നാളത്തെ ദിവസം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നതും വളരെ ഉത്തമമാണ്. പിന്നെ ചില മത്സര പരീക്ഷകളിലോ കലാപ്രകടനങ്ങളിലോ ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ സമ്മാനങ്ങൾ ഉറപ്പാണ്. നാളെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം ഘം ഗണപതി നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് ഐശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും സഹായകരമാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക്. ഇനി നാളത്തെ ദിവസം ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അതിലൊന്ന് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരാം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ, അല്ലെങ്കിൽ വലിയ കൈനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. സംവാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും
നിന്നൊക്കെ വിട്ടു നിൽക്കുക. സംസാരിക്കുമ്പോഴൊക്കെ കോപം നിയന്ത്രിച്ചുകൊണ്ട് മിതത്വത്തോടുകൂടി സംസാരിക്കാൻ നാളെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബന്ധങ്ങളിലൊക്കെ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. ഇനി നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ, അതിലൊന്ന് ശിവക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക എന്നതാണ്. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ്. കോപം നിയന്ത്രിച്ച് പ്രധാന തീരുമാനങ്ങളൊക്കെ വൈകുന്നേരം എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ വൈദ്യസഹായം തേടുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. യാത്രകൾ ഉണ്ടെങ്കിൽ ആ യാത്രകളൊക്കെ ശ്രദ്ധിച്ച് പോവുക. പിന്നെ യാത്രകളിൽ വളരെയധികം വാഹനം ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, സൂക്ഷ്മത പാലിക്കുക. ജോലി സ്ഥലത്ത് ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ക്രൂശിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിലർ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം. അതുമൂലം നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, മേലധികാരികളിൽ നിന്ന് ചിലപ്പോൾ വഴക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഈ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. ദുർഗാദേവിയെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നാളെ നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നാളെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കുക. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ അലട്ടി അതിനെപ്പറ്റി ആലോചിച്ച് വല്ലാത്തൊരു വിഷമവൃത്തത്തിലാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സാമ്പത്തിക നിക്ഷേപങ്ങൾ അവിടെയും ഇവിടെയും കൊണ്ട് ഇടരുത്. അതുമാത്രമല്ല, ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിലൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നാളത്തെ ദിവസം നിങ്ങളുടെ ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. നാളത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് പുസ്തകം ദാനം ചെയ്യുകയോ പക്ഷികൾക്ക് ധാന്യം നൽകുകയോ ചെയ്യുന്നത് നാളത്തെ ദിവസം വളരെ നല്ലതാണ്. പ്രഭാതത്തിൽ ദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ മനസ്സമാധാനം നല്ല നിലയിലാക്കും. ഇനി എല്ലാ രാശിക്കാർക്കും നാളത്തെ ദിവസം ചെയ്യാവുന്ന ചില പരിഹാര കർമ്മങ്ങൾ പറയാം. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനും ഭാഗ്യാനുഭവങ്ങൾ നേടാനുമൊക്കെ. അതിലൊന്ന് തുളസി ചെടിക്ക് ജലം കൊടുക്കുക, തുളസി ചെടി പരിപാലിക്കുക എന്നതാണ്. മറ്റൊന്ന് ക്ഷേത്ര ദർശനം നാളെ നടത്തുക. കഴിയുന്ന വഴിപാട് ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ട് നാളത്തെ ദിവസം ആരംഭിക്കുക. ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നാളത്തെ ദിവസം തുടങ്ങുന്നതും നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കും. പിന്നെ ഗണപതി, ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വിഘ്നങ്ങളൊക്കെ തീർത്ത് നാളത്തെ ദിവസം നല്ലതാക്കി മാറ്റാൻ അത് ഉപകാരപ്രദമാകണം. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് നാളെ ദോഷഫലമുണ്ട്. അതുപോലെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരുമുണ്ട്. ഇപ്പം ഈ അവസാനം പറഞ്ഞത് പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.